കേരളത്തിൽ പല കോൺട്രാക്ടേഴ്സും തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റും എന്തൂസിയാസമൊന്നും അവസാനം വരെ കൊണ്ടുപോകാറില്ലെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്, കൂട്ടുകാരുടെ എക്സ്പീരിയൻസൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ആ കാര്യത്തിലൊക്കെ ആക്റ്റീവ് ഡിസൈൻ തനതായിട്ടുള്ള ഒരു ഒരു അവരുടെ തന്നെ ഒരു ഇൻഡിവിജ്വാലിറ്റി അവർ കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സാധനം, നമ്മൾ ടൈലാവട്ടെ, സാനിറ്ററി വെയർ ആവട്ടെ, അതുപോലെ കിച്ചണിൽ എന്ത് കാര്യങ്ങളായാലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകാൻ നേരം മാഡം വരും, നമ്മുടെ കൂടെ വരും, നമ്മുടെ ഒപ്പം നിന്ന് ഭയങ്കര ക്ഷമയാണ് അല്ലേ. പറഞ്ഞാല് ഞങ്ങളുടെ വീടല്ല അവരുടെ വീടാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ നിന്ന് ചെയ്യുകയും എടുക്കുകയും ചെയ്തിട്ടുള്ളത്. തലസ്ഥാന നഗരിയിലെ കഴക്കൂട്ടത്ത് നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ജയനിവാസ് എന്ന വീടാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. വളരെയധികം എക്കണോമിക്കലായിട്ടാണ് ആക്റ്റീവ് ഡിസൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ വീട് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്. വരൂ, എങ്ങനെയാണ് ഈ വീട് റിനോവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലിവിംഗ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് വിശാലമായ ഒരു പൂജാ സ്പേസ് ഒരുക്കിയിരിക്കുന്നു. ഗണപതിയുടെ അതിമനോഹരമായ ഒരു CNC കട്ടിംഗ് ബാക്ക് പാനലും ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങും നാനോ വൈറ്റ് ടോപ്പും എല്ലാം കൂടി ഈ പൂജാ സ്പേസിനെ ലിവിംഗ് റൂമിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആക്കി എന്ന് തന്നെ പറയാം. ലിവിംഗ് റൂമിനെയും ഫാമിലി ലിവിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർഗോള ഡിസൈൻ പ്രൈവസി പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന 2 വോളുകൾ ഡിമോളിഷൻ ചെയ്തിട്ട് ഒരു എക്സ്റ്റെൻഡഡ് ഏരിയ കൂടി എടുത്ത് വലിയൊരു ഹോളാക്കി ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയിലുള്ള ക്യൂരിയോ ഷെൽഫും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിൻ്റെ മുകളിലുള്ള ഓപ്പൺ ഷെൽഫും എല്ലാം കൂടി ഏരിയ തരംതിരിക്കുന്നതിനൊപ്പം തന്നെ ഓപ്പൺനെസ് നിലനിർത്തി ഇൻറ്റീരിയറിൻ്റെ ഭംഗി കൂട്ടുന്നു. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. നിലവിലുണ്ടായിരുന്ന ടോയ്ലറ്റ് ഡ്രസ്സിംഗ് റൂമായി കൺവേർട്ട് ചെയ്യുകയും പുതിയതായി ഒരു ടോയ്ലറ്റ് കൂടി അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഗസ്റ്റ് ബെഡ്റൂം നിലവിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ വെച്ച് സജ്ജീകരിച്ചിരിക്കുന്നു. ഞാൻ ജയപ്രഭൻ, സ്ഥലം കഴക്കൂട്ടമാണ്. ഇതെൻ്റെ വൈഫ് അനില, മോള് മീനാക്ഷി. ഞങ്ങൾ ദുബായിലായിരുന്നു. ഞാൻ 20 വർഷം ദുബായിലായിരുന്നു. മോള് +2 വരെ ദുബായിലാണ് പഠിച്ചത്. പിന്നെ 2020 കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ജോലിയൊക്കെ പ്രശ്നമൊക്കെ ആയപ്പോൾ ഞങ്ങൾ മതിയാക്കി ഇങ്ങ് വരുമായിരുന്നു. അതുകൂടാതെ തന്നെ മോളുടെ +2 കഴിയുമ്പോൾ ഞങ്ങൾ വരാൻ പ്ലാൻ ചെയ്ത് തന്നെ നിൽക്കുകയായിരുന്നു. വന്നിട്ട് നാട്ടിൽ ജോലി ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീടിൻ്റെ അവസ്ഥ മോശമായിരിക്കുന്ന കാരണത്താൽ വീടൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ 3-4 കോൺട്രാക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഏറ്റവും നല്ല രീതിയിലൊക്കെ റിയാക്ട് ചെയ്തത് ആക്റ്റീവ് ഡിസൈനാണ്. ക്വിക്ക് ആൻഡ് പ്രൊആക്റ്റീവ് റെസ്പോൺസ് അവരുടെ സൈഡിൽ നിന്നാണ് ഉണ്ടായത്. അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന മീനാക്ഷിയുടെ ഡാൻസ് ഫോട്ടോസാണ് സ്റ്റെയർവേ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഫർണിച്ചറുകളുമായി മാച്ച് ചെയ്യുന്നതിന് വേണ്ടി വേങ്കേ കളറിലാണ് അപ്പർ ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ റൂമാണ് ഗസ്റ്റ് ബെഡ്റൂം. എൻ്റെ റൂമിൽ എനിക്കിഷ്ടമുള്ള പോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കളർ ലാവൻഡർ അത് ഇൻകോപ്പറേറ്റ് ചെയ്ത് തന്നെ സിമ്പിളായിട്ടാണെങ്കിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് സ്പേസിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ 100% ആക്റ്റീവ് ഡിസൈൻസ് ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫിന് വീടിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്, ഞങ്ങൾക്ക് മൊത്തം 3 പേർക്കും വീടെന്തായിരിക്കണം എന്നുള്ള ഒരു ക്ലിയർ കൺസെപ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഹോം ഡെക്കോർ ഐറ്റംസ്, എലമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കുറേ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നു. അതെല്ലാം ഞങ്ങളുടെ ഫർണിച്ചറിൻ്റെ തീം അനുസരിച്ചിട്ട് അവർ
നമ്മളെ കാണിച്ചിരുന്നു, ഇവര് നേരത്തെ കാണിച്ചിരുന്നു ഞങ്ങളുടെ കയ്യിലുള്ള ഫർണിച്ചറുകൾ, ആക്സസറീസ് ഇതെല്ലാം അവരെ കാണിച്ചിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇത്. നമുക്ക് ഒരു സാധനവും നമുക്ക് വേസ്റ്റ് ആകാതെ നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് നന്നായിട്ട് തന്നിട്ടുണ്ട്.